ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. കൊല്ലം പന്മന സ്വദേശി വേണുവാണ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെയാണ് കുടുംബത്തിന്റെ പരാതി. താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയെന്ന വേണുവിന്റെ ശബ്ദ സന്ദേശവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് ഗുരുതരാവസ്ഥയിൽ വേണുവിനെ തിരുവനന്തപുരത്തേക്ക് അയച്ചത്. ഒക്ടോബർ 31 എത്തിയ രോഗിക്ക് 5 ദിവസം കിടന്നിട്ടും ആൻജിയോഗ്രാം ചെയ്തില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം ഒന്ന് വേഗത്തിൽ. കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് അൻവർ സാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് അൻവർ സാത്തിനെ വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാത്തെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യുന്നില്ല. എന്നിട്ട് ചോദിച്ചപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഡോക്ടർ വന്നപ്പോൾ ചോദിച്ചു. എന്നിട്ട് വേണോണ്ട് അന്ന് തലേന്ന് വേറൊരു ഡ്യൂട്ടി ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു, എന്തെങ്കിലും ചോദിച്ചു. അന്നേരം ആ ഡോക്ടർ പറഞ്ഞത്, ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് അല്ല നിങ്ങൾ എന്ന് പറഞ്ഞ് എനിക്ക് നോക്കാൻ പറ്റിയ പേഷ്യൻസിന് മാത്രമേ പറ്റൂ. അന്നേരം വേണോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഒരു ഡോക്ടർമാരല്ലേ, സാധാ ഒരു തലവേദനയ്ക്ക് എനിക്ക് മരുന്ന് തരാവുന്നതേ ഉള്ളെന്ന് പറഞ്ഞ് എന്ന് വേണോണ്ട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളവും വെച്ച്. എന്നിട്ട് ഞാൻ വേണോണ്ട് ICUവിൻ്റെ അടുത്ത് ചെന്നിട്ട് മോളും ICUവിനകത്ത് കയറി അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് ഇടിച്ച്. അന്നേരം ആരും തുറന്നു. ഞാൻ പറഞ്ഞു, മോളിങ്ങ് വരാൻ വന്ന് കുറച്ചും കൂടെ നടന്നപ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ ചോദിച്ചു, ആരും ഈ കഥവിന് ഇങ്ങനെ തട്ടിയെന്ന് ചോദിച്ചു. അന്നേരം അവളോട് ഞാൻ എൻ്റെ അച്ഛന് തീരെ വയ്യ, അതുകൊണ്ടാണ് തട്ടിയത്. നമ്മൾ ICUവിന് വാതൊക്കെയൊന്നും ഇങ്ങനെ തട്ടാൻ പറ്റത്തില്ല. ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ICUവിൻ്റെ വെളിയിൽ അവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ വിളിക്കാൻ പറഞ്ഞാൽ. മനോജ് ചേരുകയാണ്. മനോജ്, ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടറെ കുറിച്ച മരുന്നുകൾ ആശുപത്രിയിൽ ഇല്ലെന്ന നേഴ്സിൻ്റെ മറുപടി കൂടി വലിയ സങ്കടകരമായി ഇവരെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇടപ്പള്ളിക്കോട്ട സ്റ്റാൻഡിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും കൂടിയാണ് ഈ മരിച്ച വേണു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനോജ്, സാധാരണക്കാരുടെ അത്താണ് ഇപ്പോഴും ഈ പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങൾ തന്നെയാണ്. അവിടുത്തെ ഈ അവസ്ഥയാണ്, ഈ PR വർക്കൊക്കെ അവിടെ നിൽക്കുമ്പോഴും യഥാർത്ഥ സാഹചര്യവും യഥാർത്ഥ ദുരവസ്ഥയും ഇതാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും ഒരു സാധാരണക്കാരന് ഈ ആരോഗ്യ മേഖലയിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് കഴിഞ്ഞ കുറേയേറെ കാലമായി നമ്മളിത് കേൾക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ചികിത്സ കിട്ടാതെ ഒരു രോഗി മരിച്ചിരിക്കുന്നു. ആ രോഗി ഈ ആശുപത്രിക്കെതിരെയും അധികൃതർക്കെതിരെയും നേരത്തെ തന്നെ ഈ കാര്യം അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ശബ്ദ സന്ദേശമായി അയച്ചു നൽകുകയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾ പുറം ലോകത്തെ അറിയിക്കണമെന്നുള്ളത്. അതായത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നുമാണ് ഗുരുതരാവസ്ഥയിൽ വേണുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ നേരത്തെ തന്നെ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഗുരുതരമായിട്ടുള്ള ഈ ശബ്ദ സന്ദേശം അടക്കം പുറത്തേക്ക് വരുന്നത്. ഒക്ടോബർ 31 എത്തിയ രോഗിക്ക് 5 ദിവസം കിടന്നിട്ടും ഈ ആൻജിയോഗ്രാം ചെയ്തില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർ കുറിച്ച മരുന്നുകൾ ആശുപത്രിയിൽ ഇല്ലെന്ന് നേഴ്സ് മറുപടി നൽകി. അതോടൊപ്പം തന്നെ അവരോടൊക്കെ പെരുമാറിയതും അവരൊക്കെ തന്നെ പറയുന്നുണ്ട്, ആ കുടുംബാംഗങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്രയധികം വിഷമകരമായിട്ടുള്ള ഒരു അനുഭവം അവർക്ക് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ചികിത്സാ പിഴവ്, അനാസ്ഥ, അധികൃതരുടെ അനാസ്ഥയൊക്കെ രോഗി തന്നെ തുറന്നു പറയുകയാണ്. അത്തരത്തിൽ ഒരുപാട് പേർക്കാണ് ഈ മെഡിക്കൽ കോളേജിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് അധികൃതരുടെ അനാസ്ഥ മൂലം ജീവൻ പോലും നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. എന്തായാലും ഇടപ്പള്ളിക്കോട്ട സ്റ്റാൻഡിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള വേണുവാണ് ഇത്തരത്തിൽ ചികിത്സ കിട്ടാതെ മരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആരോപണം അത് പരാതി നൽകിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണമെന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. ഈ നമ്പർ 1 കേരളത്തിൽ ആരോഗ്യ മേഖല എല്ലാം കൊണ്ടും പൂർണ്ണമാണ് എന്നുള്ളതൊക്കെ തന്നെ പല രീതിയിൽ PR വർക്കൊക്കെ ചെയ്യുമ്പോഴും ഇത്തരത്തിൽ അതായത് പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ നിന്ന് തന്നെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ സാധാരണക്കാരന് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരികയാണ്.
ജീവൻ പോലും നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. യെസ്, മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.